നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കഴുത്ത് ഞാൻ പിടിച്ചു. ഇത് ഞാനാ രാജു. അമ്മ ഇങ്ങനെ കൽപ്രതിമ പോലെ നിൽക്കാതെ വാതുറന്ന് എന്തെങ്കിലും ഒന്നും പറയമ്മേ. പ്രതാപൻ റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചെന്നല്ലേ ഉള്ളൂ. നിന്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ റിസപ്ഷൻ കഴിഞ്ഞുവെന്ന്. പ്രതാപന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു. അവന്റെ ജീവിതത്തിലെ അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതേ രാജുവിനെ ആയിരുന്നു. രാജു സ്വന്തം മകളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവൻ രാജുവിനെ അവന്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പറിച്ചു മാറ്റിയെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെ എനിക്ക് തെറ്റി. പതിയെ പതിയെ രാജുവിനോട് അവൻ അടുപ്പം കാണിച്ചു തുടങ്ങി. അവസാനം എല്ലാം ഇവിടം വരെ എത്തി. ദീപകേ, നീ തളരരുത്, മനസ്സ് മടുക്കരുത്. ഈ റിസപ്ഷൻ നടക്കാൻ അനുവദിക്കരുത് മോനെ. മുടക്കണം. രാജുവിനെ പ്രതാപന്റെ മുന്നിൽ നാണം കെടുത്തണം. അതൊക്കെ നടക്കും അമ്മേ. എല്ലാ സാഹചര്യങ്ങളും അവൻ അനുകൂല. ഭാഗ്യവും അവന്റെ കൂടെ. പിന്നെ ഭാഗ്യം സാഹചര്യങ്ങളെല്ലാം അവനെതിരാക്കാൻ നിനക്കും എനിക്കും കഴിയാതെ പോയി. ഇത്രയും നാളും നമ്മൾ ഇട്ടതിന്റെ ഇരട്ടി എഫേർട്ട് ഇടണം. എങ്ങനെയും ഈ റിസപ്ഷൻ മുടക്കണം. മുടക്കണ്ടേടാ. അംബികയും മകനും കഴിവില്ലാത്തവരാണോടാ ദീപകെ? അല്ലമ്മേ, നമുക്ക് ഈ റിസപ്ഷൻ മുടക്കണം. ഒരു സൈഡിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിനയം. ഇവിടെ വീട്ടിലാണെങ്കിൽ ഒരു 100 കൂട്ടം പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് അടുത്ത പുകില്. ഞാൻ എന്ത് ചെയ്യാനാ രാജു? റിസപ്ഷൻ തീരുമാനിച്ചത് ഞാനാണോ? അച്ഛനല്ലേ? റിസപ്ഷൻ നടത്താൻ താല്പര്യമില്ലെങ്കിൽ അത് അച്ഛനോട് രാജുന് തുറന്നു പറയായിരുന്നില്ലേ? പിന്നെ എന്റെ ജീവിതത്തിലെല്ലാം നടക്കുന്നത് എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടാണല്ലോ അല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടാ ഈശ്വര എന്നോട് ഈ പരീക്ഷണം? ഋതിക മേഡത്തിന് നെറ്റിലെ സിന്ദൂരം തൊട്ടൽ എന്തായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ രാജു വെറുതെ എന്നോട് ചാടിക്കയറുന്നത്? ഞാൻ നെറ്റിലെ സിന്ദൂരം ഇടുന്നത് രാജുന് ഇഷ്ടായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. നീ എന്താ ഈ കാണിക്കുന്നേ? ഋതിക മേഡത്തോടാണോ കൈ ചൂണ്ടി സംസാരിക്കുന്നേ? ചേച്ചി ഇങ്ങനെ ഒച്ച വെക്കല്ലേ, അച്ഛനമ്മയും കേക്കും. ഓ, നീ പിന്നെ ഇവിടെ നിന്ന് പതിയാണല്ലോ സംസാരിച്ചതല്ലേ? അയൽവക്കത്തുള്ളവർക്കൊക്കെ കിടന്നുറങ്ങാനുള്ളതാ. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. എന്താ പ്രശ്നം? എന്താ പ്രിയേ? പ്രശ്നം എന്താണെന്ന് മോനോട് തന്നെ ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഋതിക മേഡത്തിനോട് കിടന്ന് ചാടുമായിരുന്നു. എന്റെ ദൈവമേ, സത്യമാണോടാ ഞാൻ കേൾക്കുന്നേ? അമ്മേ, അത് നീ മോളോട് ദേഷ്യപ്പെട്ടോ? എന്താ ഋതിക മാഡം, എന്താ പ്രശ്നം? ഈശ്വരാ, ഞാൻ എന്തായി കേൾക്കുന്നേ? ഞാനെപ്പോഴും പറയാറുള്ളതല്ലേ രാധമ്മേ, നമ്മുടെ മകന് രാജയോഗം ഉണ്ടാവുന്നു. വർമ്മസാർ ഇവരുടെ കല്യാണം പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു എന്നല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം? ഓ, എനിക്ക് തൃപ്തിയായി. ഇത്രയും സന്തോഷമുള്ള കാര്യത്തിനാണോ രാജു നീ ഈ പാവം ഋതിക മേഡത്തോട് വഴക്കുണ്ടാക്കിയത്? അത് തന്നെ. നിനക്കിത് എന്തു പറ്റിയടാ? ഒന്നുമില്ലമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. ഈ സമയത്താ എവിടേക്ക്? അത് നമ്മുടെ ആ പുഞ്ചപ്പാടത്തിന്റെ വരമ്പത്ത് പോയിരുന്ന നല്ല തണുത്ത കാറ്റ് കിട്ടും. ആ കാറ്റത്ത് നിന്ന് ചിന്തിച്ചാലേ നല്ല നല്ല ആലോചനകൾ മനസ്സിൽ വരും. ഇവരെന്തൊക്കെയാ പറയണേ? ഈ
ചെക്കനത് എന്തു പറ്റി? രാജു, എടാ രാജു, കണ്ടോ രഥമേ? രാജു എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത്? വീട്ടിലേക്ക് വരാതെ ഇനി പാടവരമ്പത്തെങ്ങാനും കിടന്ന് ഉറങ്ങുമോ? രാജുവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കിയാലോ? വേണ്ട, പിന്നെ അതിന് ദേഷ്യപ്പെടും. സമാധാനായിട്ടിരുന്ന് കാറ്റുകൊള്ളാൻ പോയതല്ലേ, കാറ്റ് കൊണ്ടിട്ടിങ്ങ് വരട്ടെ. അച്ഛൻ നടത്താൻ തീരുമാനിച്ച റിസപ്ഷൻ രാജുവിന് എന്തായാലും മുടക്കാനൊന്നും പറ്റില്ല. ദൈവമേ, കൂടെ ഉണ്ടാവണേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പാവത്തിന് പോലെ കിടക്കുന്നുണ്ടല്ലേ. മുഖം കണ്ടില്ലേ, എന്തൊരു നിഷ്കളങ്കത. വർമ്മ സാറിന്റെ മുന്നില് നാളെ ഞാൻ വന്ന് നിൽക്കുമെന്ന് കരുതിയിട്ടുള്ള ഉറക്കമല്ലേ ഇത്? ഉറങ്ങിക്കോ. നാളെ ഞാൻ വർമ്മ സാറിനോട് എല്ലാം തുറന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കും. നോക്കിക്കോ. ഐ ലവ് യു രാജു. കേൾക്കുമ്പോഴേ എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. എനിക്ക് ഓരോ ദേഷ്യത്തിന് ഋതുക മാഡത്തിന്റെ കഴുത്ത് ഞാൻ പിടിച്ചു. ഇത് ഞാനാ രാജു. മോളെ മോളെ മോളെ, എന്താ മോളെ? രഥമേ, ഒന്നുമില്ല. ഞാനൊരു ഡ്രീം കണ്ടതാ. രാജു വന്നില്ലേ ഇതുവരെ? ഞാൻ വന്നല്ലോ. ആ ശരി. രാജു ഇപ്പഴും വന്നേ. രാജു എന്തിനാ എന്റെ കൂടെ കയറി കിടന്നേ? രാജു എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? ഞാൻ കെട്ടിപ്പിടിച്ചോന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.